എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ. നമ്മൾ പുളി പെറുക്കാൻ പോവുകയാണ്. നമ്മുടെ തൊടിയിൽ തന്നെ കുറച്ച് പുറകിലായിട്ട് ഒരു പുളിമരമുണ്ട്. അപ്പോൾ അവിടെ പെറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നാൽ എല്ലാവരും കൂടെ പോവാം എന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുളിമരം കേട്ടോ. ഒരു പുളിമരമേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ പുളിയാണ്. സാധാരണ 2 വർഷത്തിലൊരിക്കലാണ് ഇത് കായ്ക്കുക, ഞങ്ങളുടെ അവിടുത്തെ പുളിമരം. പക്ഷേ ഈ വർഷം എന്താണെന്നറിയില്ല, ഈ വർഷവും കായ്ച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു പുളിയാണ്, ഇനി നല്ല പുളിപ്പുള്ളത് കൊണ്ട് അടിപൊളിയാണ് പുളി. ശ്രീക്കുട്ടിയും പെറുക്കുന്നുണ്ട്, പ്രതുവും അപ്പുറത്തെ തൊടിയിൽ കയറി പെറുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഉച്ച സമയം ഊണും കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ശ്രീക്കുട്ടിയും അവൾക്ക് നല്ലതാണ് അങ്ങനെയൊന്നും അറിയില്ല, എങ്കിലും അവളും ഒപ്പം ഞങ്ങളുടെ ഒപ്പം പെറുക്കാൻ കൂടുന്നുണ്ട് പുളി. അവൾ പക്ഷെ കേട് വന്ന പുളിയാണെങ്കിൽ നന്നായി നോക്കിയിട്ട് കളയണം എന്നുള്ളതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ അറിയണമെന്ന് അറിയില്ല, പക്ഷെ അവൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇത്രയാണ് പുളി കിട്ടിയത്. അപ്പോൾ അടിയിൽ കുറച്ച് കിട്ടും. അപ്പോൾ അതിനിങ്ങനെ പരത്തി വയ്ക്കും മുകളിൽ കൊണ്ടുപോയിട്ട്. ഇന്ന് മോനൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് അവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പുളി കൊണ്ട് പണ്ട് ഒരു സൂത്രം ചെയ്തില്ലേ, അത് നമുക്ക് ഇന്ന് അവർക്കൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതിനായി കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഈർക്കിൽ വേണം. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞു തൈ ഉണ്ട്, അപ്പോൾ അതൊന്ന് പച്ച ഈർക്കിലാണ് ഞാൻ എടുക്കുന്നത്. ഉണക്കിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പച്ച ഈർക്കിൽ എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ 2-3 എണ്ണം വലിക്കുന്നുണ്ട്. ഫോണ് കയ്യിലുള്ളത് കൊണ്ട് ഒരു കൈ കൊണ്ട് വലിക്കുമ്പോൾ കിട്ടുന്നില്ല. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിന് മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര ഒക്കെ വേണം. അപ്പോൾ ആദ്യം നമുക്ക് പുളിൻ്റെ ഓടയൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓട പൊളിച്ചിട്ട് അതിനകത്തുള്ള പുളി വെളിയിലേക്ക് എടുക്കണം. ഓട മാത്രം റെഡിയാക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഓട. അപ്പോൾ ഓട നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതായിട്ട് ശ്രീക്കുട്ടി അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ, അതൊന്നൊരു 2-3 അല്ലി എടുത്തിട്ട് ആ ഓടയിൽ ഇട്ട് വെക്കാം. പുളിപ്പ് നല്ലോണം വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം, പക്ഷെ അത് മുഴുവൻ ഇടണ്ട കാര്യമില്ല. അപ്പോൾ 2-3 അല്ലി ഞാൻ എടുത്തിട്ടു. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്തുന്നുണ്ട്. എരിവ് പുളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് എരിവ് ഇടാം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈർക്കിൽ വെച്ചിട്ട് നന്നായി ഒന്ന് കുത്തി അതിന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി കുത്തണം, പക്ഷേ ഒരുപാട് പ്രസ് ചെയ്യാനും പാടില്ല, കാരണം ഓട പൊട്ടിപ്പോവും, ബലം കുറവാണ്. അപ്പോൾ പതുക്കെ കുത്തി കൊടുക്കാമെങ്കിൽ പുളിയും ഉപ്പും മുളക് പൊടിയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യായി ഒരു കുഴമ്പ് രൂപത്തിലാവുള്ളൂ. ഉപ്പ് ഒരുവിധം അലിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അതുപോലെ നമുക്ക് കുത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ കുഴമ്പ് പോലെയാവും. ഒരുപാട് വെള്ളം ആക്കാനും പാടില്ല, ഇതുപോലെ ആവണം. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ, കൊതി കൊണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ആദ്യം മോന് കൊടുത്ത് നോക്കി, അവൻ കഴിച്ചു അടിപൊളിയാണെന്ന് പറഞ്ഞു. ശ്രീക്കുട്ടിക്ക് കൊടുത്തു, പക്ഷേ അതിൽ എരിവുള്ളതുകൊണ്ട് അവൾ അത്ര ഇതായില്ല, എങ്കിലും പിന്നെ കയ്യിലായതൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല, അവൻ്റെ നിന്ന് പിടിച്ച് വലിച്ച് വാങ്ങിച്ച് അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും ഉണ്ടാക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ
നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒന്ന് ഉണ്ടാക്കി തരുമോ ഇനി എന്ന് പറയണ്ടേ. അപ്പം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്താണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയും ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ബൈ.